ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ നമുക്കിന്ന് പോലീസായിട്ട് ജോലിയൊക്കെ കിട്ടിയിരിക്കട്ടോ. നമ്മൾ സർക്കിൾ ഇൻസ്പെക്ടറാണ്. നമുക്ക് വണ്ടിയൊക്കെ അവർ തന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ഇന്നലെ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് വരാൻ. സോ നമ്മളെന്തായാലും ഇന്ന് പോവാണ്. ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ്. എന്തായാലും നമുക്ക് വേഗം സ്റ്റേഷനിലേക്ക് പോട്ടാം. ഗൈസ്, നമ്മളെന്തായാലും സ്റ്റേഷനിലെത്തിയിട്ട് എടോ ഏസൈ താൻ ഇവിടെ നിൽക്കണ്ടായിരുന്നു. മാഡത്തിൻ്റെ അടുത്ത് സാറ് പറഞ്ഞു ട്രാഫിക്കിൽ പോയി നിൽക്കാൻ. കാരണം ഇന്ന് SI സാറ് ലീവായോണ്ടേ. തേങ്ങ ഗൈസ്, നമ്മളെ MVD പോലെ ആക്കി നിർത്തിയിട്ടുണ്ട്. മൂഞ്ചി ഗൈസ്. നമുക്ക് എന്തായാലും ഞാൻ അവിടെ പോയി നിന്നിട്ട് ട്രാഫിക്കിൽ നിന്നിട്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടികൾക്കൊക്കെ പെറ്റിയിട്ട് കൊടുക്കുക ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു എയർപോർട്ടിൻ്റെ അവിടെ നിൽക്കട്ടോ. ഇവിടുന്ന് ആൾക്കാർ വരാൻ നല്ല സാധ്യത കൂടുതലാണ്. കുറേ വണ്ടികൾ ഇതിൽ കൂടെ പോവേ. ഗൈസ്, ഞാൻ കുറേ നേരം ഇവിടെ നിൽക്കണം. ഒരു ഒറ്റ വണ്ടി കണ്ടിട്ടില്ല ഗൈസ് ഇതുവരെയായിട്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. വേഗം വല്ല വണ്ടി ഉള്ള സ്ഥലത്ത് പോയി നിൽക്കാം. ഗൈസ്, ഒരു വണ്ടി, നല്ലൊരു വലിയൊരു വണ്ടി തന്നെ കേട്ടോ. നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോ വണ്ടിക്ക്. അതും മാഡം ഞാൻ താൻ കൂടുതൽ കുണയ്ക്കണ്ട. ഗൈസ് നോക്കുക, ബാക്കിലും നമ്പർ പ്ലേറ്റില്ല. ഒരു 20,000 രൂപ അടച്ചേക്ക് കേട്ടോ മാഡം. സ്റ്റേഷനിൽ പോയി അടച്ചാൽ മതി, അടുത്തല്ലേ. ഓക്കെ മാഡം. ഗായ്സ്, നമ്മളെന്തായാലും ഒരു പെറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. 20,000 എന്തായാലും കിട്ടും കേട്ടോ. ഗ്ലാസ് അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. ഇതിൻ്റെ കൂടെ പൈസ എടുത്തോ മാഡം. എന്തേലും ആവട്ടെ, ഞാൻ എന്തായാലും ഇതൊക്കെ ബുള്ളറ്റ് പ്രൂഫാലോ. ഇവിടെ വേറെ ഒരാൾ വന്നല്ലോ ഗായ്സ്. തനിക്കും ഇപ്പം നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോടാ. ഓഹോ, വണ്ടി എങ്ങോട്ടാണ് എടുത്തോണ്ടാവണേ? നിർത്തണ വണ്ടി. മാഡം, അത് നമ്പർ പ്ലേറ്റ്. ഓഹോ, നിനക്കൊക്കെ നമ്പർ പ്ലേറ്റ് എന്ന് കേൾക്കുമ്പോഴേ വിറക്കുമല്ലോടാ. എന്നാൽ ചത്താലും നമ്പർ പ്ലേറ്റ് വെക്കൂല. ഗൈസ്, അവനെന്തായാലും 20,000 പെറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താൻ 20,000 അടച്ചോ ഗൈസ്. എൻ്റെ വണ്ടിയുമ്പോൾ കൊണ്ടിടിക്കാനായി ഇവൻ ഇന്ന് ഞാൻ പെറ്റിയിട്ട് കൊടുക്കും ഗൈസ്. ഇതൊക്കെ ഓഹോ, മുന്നിൽ നമ്പർ പ്ലേറ്റ് ഇല്ല, ബാക്കിലും നമ്പർ പ്ലേറ്റില്ല. 20,000 ഫൈൻ ഇട്ടാ അടച്ചോ. സ്റ്റേഷനിൽ പോയിട്ട് അടച്ചോ. പേരെഴുതി ഒപ്പിട്ട് പൈസ അടച്ചോ. മാഡം. ഗൈസ്, ഇവിടെ വേറൊരു വലിയ വണ്ടിയാണ്. ഓഹോ, തനിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോ മാഡം. അത് സോറി മാഡം, ഞാൻ വെച്ചോളാം. എന്തായാലും 20,000 അടച്ചേക്ക് സ്റ്റേഷനിൽ പോയിട്ട്. ഓക്കെ മാഡം, ഞാൻ അടച്ചോളാം. ഇവനിതൊക്കെ പുല്ല് വരെയാട്ടോ. എന്തെങ്കിലും ആവട്ടെ. അപ്പുറത്ത് കൂടെ വേറൊരു വണ്ടി തേങ്ങ കടന്ന് പോയിട്ടോ, അല്ലെങ്കിൽ അതിനെ പിടിക്കായിരുന്നു. ഗൈസ്, നമ്മളെന്തായാലും സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ആ ട്രാഫിക്കിൽ നിന്ന് ദേഷ്യം വന്ന് പണ്ടാറക്കി. മാഡം എന്ത് പിന്നാക്കാണ്ടോ മാഡം? അത് SP മാഡത്തിനൊരു മാഡം കുറേ ആൾക്കാർ വന്ന് മാഡം അവരുടെയൊക്കെ വണ്ടിയുടെ ചില്ല് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് തന്നു പോയി. ഇപ്പം ലാസ്റ്റത്തെ ആൾ പോയതേ ഉള്ളൂ. അതുകൊണ്ട് SP മാഡത്തിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. താൻ എന്താണ് പറഞ്ഞത്? അല്ല സർ. താൻ എന്ത് പിന്നാക്കാണോ പറയണേ? മാഡം എന്ന് വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇറങ്ങി പോടി അവളുടെ ഒരു കാക്കി. തന്നെ ഞാൻ എടുത്തോളാം. എടുക്കണ്ട, ഞാൻ നടന്നോളാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ. എന്തായാലും പോയിക്കോ. എങ്ങോട്ടാ വണ്ടി എടുക്കുന്നത്? അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാ, അല്ലാണ്ട് തൻ്റെ വണ്ടിയല്ല. ഓഹോ, തനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വീട്ടിലേക്ക് വിളിച്ചോ, ഞാനത് തിന്നാൻ വരാം. ഇവനല്ലെങ്കിലും കുറച്ച് കൂടുതലാ ഗൈസ്. എൻ്റെ തൊപ്പി തെറിച്ചു, തൊപ്പിയൊക്കെ പോയി ഗൈസ്. എനിക്കാണെങ്കിൽ ഭ്രാന്ത് ഇരുന്നിട്ടോ. എന്തേലും ആവട്ടെ, അവന്മാരെ പേട്ട വണ്ടിയുടെ ഒന്നും ആവശ്യം നമുക്കില്ല ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഡിഫൻഡർ ഉണ്ട്, നമുക്ക് ഇതെടുത്ത് കറങ്ങി അടിച്ച് നടക്കാം. ഇനി അവന്മാരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി പുഴുങ്ങി തിന്നുകയോ അല്ലെങ്കിൽ കറി വയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ. അവർ നമുക്ക് നോക്കണ്ട ഗൈസ്. നമ്മുടെ വീഡിയോ അടച്ച് വേണ്ടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.